ലൈറ്റ് പി എസ് സിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ പുതുതായി ആരംഭിക്കാൻ പോകുന്നത് SCERT പാഠഭാഗം 5 മുതൽ 10 വരെയുള്ള IT പ്രധാനപ്പെട്ട ഭാഗങ്ങളും PSC ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളുമാണ്. എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് നമുക്കറിയാമല്ലേ, വിൻഡൻ സർഫ്. 10th പ്രിലിംസിനും ഡിഗ്രി പ്രിലിംസിനും +2 പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? അലൻ ട്യൂറിംഗ് അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് നമുക്കെല്ലാവർക്കും അറിയാം, ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടർ ആർക്കിടെക്റ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ വോൺ ന്യൂമാൻ ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആർക്കിടെക്റ്റിൻ്റെ പിതാവ് ജോൺ വോൺ ന്യൂമാൻ, ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ്, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ്, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ സർഫ്. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ആകാശം എന്നിവയുടെ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് സ്റ്റെല്ലേറിയം. ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ് PSCയിൽ. ചിത്രങ്ങൾ വരയ്ക്കാനുള്ള സോഫ്റ്റ്വെയറാണ് കളർ പെയിൻറ്റ്. വേഡ് പ്രോസസ്സറായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് റൈറ്റർ. ജാമിതീയ രൂപങ്ങൾ വരയ്ക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര ഇൻട്രാക്റ്റീവ് സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര കണ്ടെത്തിയിരിക്കുന്ന മാർക്സ് ഓവൻ. ലിബർ ഓഫീസ് റൈറ്റർ ഒരു വേഡ് പ്രോസസ് സോഫ്റ്റ്വെയറാണ്. കളർ പെയിൻ്റ് എന്നത് ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള SCERT 5 എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കാൻ, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ക്ലാസ് 6 കിടക്കാം. ക്ലാസ് 6 പറഞ്ഞിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഭൂവൻ വികസിപ്പിച്ചെടുത്തത്. ഭൂവൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ISRO ആണ്. ഡിജിറ്റൽ മാപ്പുകൾക്കും ഗ്ലോബുകൾക്കും ഉദാഹരണം എന്ന് പറയുന്നത് മാർബിൾ, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, വിക്കിമാപ്പിയ, ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത് എക്സെട്ര. ഭൂമിശാസ്ത്ര പഠനത്തിൽ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് K-ജോഗ്രഫി. ഒരു ഡിജിറ്റൽ ഗ്ലോബിനെ മാപ്പായി മാറ്റാൻ സെലക്ട് ചെയ്യേണ്ടത് മെർക്കേറ്റർ വ്യൂ ആണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് വ്യൂ എന്നറിയപ്പെടും. പിന്നെ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലേ. ഒരു പ്രദേശത്തെ അക്ഷാംശം, രേഖാംശം, ഉയരം എന്നിവ രേഖപ്പെടുത്താൻ സഹായിക്കുന്നതാണ് GPS എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വെബ് പേജ് എന്ന് പറയുന്നത് എന്താ? ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന നിശ്ചിത രൂപത്തിലുള്ള പേജുകളാണ് വെബ് പേജ് എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ക്ലാസ് 6 ഭാഗത്തെ പ്രധാനപ്പെട്ട ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൊരു ഭാഗത്തോട്ട് കിടക്കാം. വെബ് പേജ് അല്ലേ. വെബ് പേജ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതിലുള്ളൂ. ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന നിശ്ചിത രൂപത്തിലുള്ള പേജുകളാണ് വെബ് പേജുകൾ. ഈ വെബ് പേജുകളെ കമ്പ്യൂട്ടറിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസറുകൾ. അപ്പോൾ ഈ വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണം, സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണം നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് മോസില്ല ഫയർഫോക്സ്, ക്രോമിയം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആപ്പിൾ സഫാരി, ഗൂഗിൾ ക്രോം, വെബ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പേറ. ഇൻ്റർനെറ്റിൽ വിവരങ്ങളും ചിത്രങ്ങളും തിരയാൻ സഹായിക്കുന്ന സംവിധാനമാണ് സെർച്ച് എഞ്ചിൻ. നമുക്കറിയാം അല്ലേ. പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകൾ എല്ലാ PSC എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതല്ലേ, ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതെല്ലാവരും തെറ്റിപ്പോവാതെ നോക്കുക. ഗൂഗിള്, ഡക്ക് ഗോ, യാഹു അല്ലേ.